ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഞമ്മ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനാദ്യം പച്ചമല്ലി, പിന്നെ കുരുമുളക്, പട്ട, ഗ്രാമ്പു, 2 ഏലക്കായ്, ഒരുപാടൊന്നും വേണ്ട. അതൊക്കെ ആ വെറും ചട്ടിയിൽ, ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. വെറും ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം അതിലോട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക, ഒരു പച്ചമുളക്. എരിവ് വന്നിട്ട് കുരുമുളകിൻ്റെയും മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്, അത് കാരണം എരിവ് ഒരുപാടാകുമ്പോൾ ഒരു പച്ചമുളക് ഇട്ടു. അതും ഇട്ട് കൊടുത്തിട്ട് ഒരു വലിയുള്ളി പറഞ്ഞാൽ ഈ ചെറിയ വലിയുള്ളി ഉണ്ടല്ലോ, അതൊരു 4 2-3 കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു മൂടി തേങ്ങയും അതും ഇട്ട് കൊടുത്തിട്ട് അതിൽ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ കറി വന്നിട്ട് മഞ്ഞ കളറായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നും കൂടെ വറുത്തെടുക്കുക കേട്ടോ. ഇതിനെ വറുക്കുക എന്നല്ലേ പറയുക, വഴറ്റിയെടുക്കുക പറഞ്ഞാൽ എണ്ണ ഒഴിച്ചാലല്ലേ വഴറ്റാൻ പറ്റുള്ളൂ അല്ലേ. ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ആറാനായിട്ട് ഇത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് അതേ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2-3 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഒരു വലിയുള്ളി നല്ല നീളത്തിൽ കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായി വഴണ്ടി വരുന്നതിനുള്ളിൽ നമ്മുടെ അത് ആറാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് പൊടികൾ, മുളക് പൊടി, ലേശം ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. അത് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഈ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ആ മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ടൊന്നും വെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിള വരുമ്പോൾ നമുക്കിതാ ഈ മുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. ഇന്ന് മുട്ട സ്പെഷ്യലാണ്, പക്ഷേ ഇത് കാണുന്ന മാതിരി ഒന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് ലേശം മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മഞ്ഞ കളറിലുള്ള ഹോട്ടൽ സ്റ്റൈലാണ് കേട്ടോ ഇത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് കറി വെച്ച് കഴിഞ്ഞത് വീട് മുഴുവനും നല്ല മണമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കണം. കാലത്ത് വന്നിട്ട് ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, ചപ്പാത്തി, പിന്നെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും. കാലത്ത് ഉണ്ടാക്കി വെച്ച് പറഞ്ഞാൽ പിന്നെ രാവിലെ എന്താണ് ടിഫിനൊന്നും തേടേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.